നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ CPM-ലെ തന്നെ ഓരോ കുറ്റകൃത്യങ്ങളും പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ തന്നെ നേതാക്കൾക്കെതിരെ ഉയർന്നു വരുന്ന ഗുരുതര വീഴ്ചകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണെന്ന് തന്നെ പറയാം. കൂടുതലും ലൈംഗിക ആരോപണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും പാർട്ടി നടപടികൾ എടുക്കുകയോ എന്തിനു പറയുന്നു ഒരക്ഷരം പറയുകയോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. നേരത്തെ MLA മുകേഷിനെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണ വിഷയത്തിൽ പാർട്ടി ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അതുപോലത്തെ ഒരു വിഷയം വീണ്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2 പതിറ്റാണ്ടോളം ഒരു സ്ത്രീയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി എന്നാണ് CPM നേതാവിനെതിരെയുള്ള പുതിയ പരാതി. ജബ്ബാർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുമ്പള മുൻ ലോക്കൽ സെക്രട്ടറി സുധാകരനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അധ്യാപകനായ നേതാവ് സ്കൂൾ മുറിയിൽ നിന്ന് ഉൾപ്പെടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അയച്ചെന്നും തെളിവുകൾ ഉൾപ്പെടെ DGPക്ക് പരാതി നൽകിയെന്നും അതിക്രമം നേരിട്ട സ്ത്രീ പറഞ്ഞു. കാസർഗോഡാണ് CPM നേതാവിനെതിരെ ഗുരുതര ലൈംഗികാതിക്രമ പരാതി വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പാർട്ടി അതിന്റെ ജീർണതയുടെ ആഴം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി അന്നും ഇന്നും എന്നും ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരാതിക്കാരെ ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. വലിയ കാര്യത്തിന് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറിയത്. എന്നാൽ ഇതുവരെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പോരാത്തതിന് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഒട്ടുമിക്ക അതിക്രമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് CPM നേതാക്കളാണെന്നുള്ളതും ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമാണ്. സ്വന്തം കൂടാരത്തിലെ നേതാക്കളെ വെള്ളപൂശാൻ കാണിക്കുന്ന തന്ത്രപ്പാട് തികച്ചും ലജ്ജാകരം തന്നെയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗികാരോപണ കേസിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനും രാഹുലിനെതിരെയുള്ള വോയിസ് ക്ലിപ്പുകളും ചാറ്റുകളും പുറത്തുവിടാനും CPM നേതാക്കൾക്ക് എന്തൊരു ശുഷ്കാന്തിയായിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയിലെ പീഡന വീരന്മാർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. ഇതോടെ നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു CPM കുറ്റവാളികളുടെ പാർട്ടിയാണെന്ന്. ഒരു രാഷ്ട്രീയ സമരത്തിന്റെ പേരിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു കൊടും ക്രിമിനലിനെ പിടികൂടുന്ന ലാഘവത്തോടെയാണ് പോലീസ് വീട് വളഞ്ഞത്. സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന യുവ നേതാക്കളെ തളയ്ക്കാനായി ഭരണകൂടം പോലീസിനെ ദുരുപയോഗം ചെയ്തു. 1995 മുതൽ 2023 വരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പീഡനത്തിനിരയായ സ്ത്രീയുടെ പരാതി. 1995 കാലഘട്ടത്തിൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. വിവാഹ വാഗ്ദാനവും നൽകി. എന്നാൽ കല്യാണം കഴിച്ചില്ല. പിന്നീട് യുവതി മറ്റൊരു വിവാഹം കഴിച്ചു. സുധാകരനും വിവാഹിതനായി. സുധാകരന്റെ ഭാര്യ രണ്ടാമത്തെ പ്രസവത്തിനായി വീട്ടിൽ പോയപ്പോൾ തന്നെ വിളിക്കുകയും ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഇയാൾ ജബ്ബാർ വധക്കേസിൽ ജയിലിലായി. ജയിലിൽ നിന്നും തിരിച്ചു വന്ന ശേഷവും ഭീഷണി തുടർന്നു. +2 വിദ്യാർത്ഥിനികളെയും ജോലി വാങ്ങിക്കൊടുത്ത അധ്യാപികമാരെയും അടക്കം ലൈംഗിക അതിക്രമത്തിനിരയാക്കുന്നുണ്ടെന്നും സുധാകരൻ പരാതിക്കാരിയോട് പറഞ്ഞതായി അവർ വെളിപ്പെടുത്തി. അയാൾ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ കുടുംബത്തെ മുഴുവനായി കൊന്നുകളയുമെന്ന് ഭീഷണിയുള്ളതായും പരാതിക്കാരി പറഞ്ഞു. 19 വർഷത്തോളം പീഡനം തുടർന്നു എന്ന പരാതി ലഭിച്ചിട്ടും ആ നേതാവിനെതിരെ നടപടിയെടുക്കാൻ CPM മടിക്കുന്നത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രത ഇപ്പോൾ എവിടെ പോയി? സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോലീസിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.